വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് ഒരു ദിവസവും കൂടി നൽകി തന്നല്ലോ. ഇന്ന് ഈ പ്രഭാതത്തിലും കർത്താവിനെ സ്തുതിക്കാനും കർത്താവിനോട് പ്രാർത്ഥിപ്പാനും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനും കർത്താവ് നമുക്കിടയാക്കി തീർത്തിരിക്കുന്നുവല്ലോ. കർത്താവ് നമ്മുടെ ഈ ജീവിതം നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കും പോലെ, എല്ലാ മനുഷ്യനും ആഗ്രഹിക്കും പോലെ എപ്പോഴും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും ലഭിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നത് നാം അനവധി കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യം അവകാശമാക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നാം കഷ്ടമനുഭവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവരാജ്യത്തിന് അർഹരായിത്തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണം ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ തെറ്റില്ലാത്ത കുറ്റമില്ലാത്ത മനുഷ്യരില്ല. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം അത് എന്നേക്കും അതങ്ങനെ കിടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ദിനം പ്രതി അത് അലക്കി വെളുപ്പിക്കുന്ന അവസ്ഥ ഒരു വസ്ത്രത്തിനുണ്ട്. എത്ര നാളത് ഉപയോഗിക്കുന്നുവോ അത്ര നാളത്തോളം അത് അഴുക്ക് കളഞ്ഞ് അലക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലോകത്തിൽ നമ്മൾ കാണുന്നത് ചില പ്രവൃത്തികൾക്കൊക്കെയും ഒരിക്കലും അലക്കിയിട്ട് പ്രയോജനമില്ലാത്ത പണികളുണ്ട്. വർക്കിംഗ് ഡ്രസ്സുകൾ എന്ന് പറയുന്ന ഏറ്റവും കഷ്ടതയേറിയതും മണ്ണിനോടും ചെളിയോടും എല്ലാം മല്ലിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ജോലികളുണ്ട്. ഇങ്ങനെയുള്ള ജോലികളിൽ ചെയ്യുന്ന വസ്ത്രങ്ങൾക്ക് അലക്കേണ്ട കാര്യമില്ല. കാരണം അലക്കിയിട്ട് കാര്യമില്ല. അത് ഉപയോഗിക്കാവുന്ന സമയത്തോളം ഉപയോഗിച്ചതിന് ശേഷം അതിനെ ഇല്ലാതാക്കി കളയുക, നഷ്ടപ്പെടുത്തി ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയാണ് ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല. അതുകൊണ്ട് തന്നെ ന്യായവിധിയില്ലാത്ത ജീവിതവുമില്ല.
ലോകത്തിൽ ഏത് മനുഷ്യൻ തെറ്റ് ചെയ്താലും അതിനാൽ അവൻ വസ്ത്രം മുഷിയുന്നത് പോലെ അവൻ്റെ ജീവിതം മുഷിയുന്നുണ്ടെങ്കിൽ അത് കഴുകിയേ പറ്റൂ. മനുഷ്യൻ മുഷിഞ്ഞാൽ, മനുഷ്യനിൽ അഴുക്ക് പറ്റിയാൽ അത് കഴുകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ന്യായവിധി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിയുടെ മലിനത കഴുകിക്കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യെശയ്യാപ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിയുടെ മലിനത കഴുകിക്കളയുകയും യെരൂശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ നമുക്ക് കർത്താവ് നൽകുന്നത് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധരായി തീരുകയാണ്, ഓരോ ദിവസവും. കാരണം കർത്താവ് നമ്മെ ശാസിച്ചും ബാലശിക്ഷ നൽകിയും നമ്മെ നടത്തുന്നത് നമ്മൾ വിശുദ്ധരായി തീരാനാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനായിരിക്കാൻ വേണ്ടി കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ശിക്ഷാവിധി വരുമ്പോൾ അവന് തീർച്ചയായിട്ടും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും തന്നെ അവൻ്റെ ജീവിതത്തിൽ വരാം. ഒരു കാര്യം വചനം പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ദിനം പ്രതി കർത്താവ് ബാലശിക്ഷ നൽകി നമ്മെ വിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന് നേരെ എതിർ വാക്ക് നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ദിനം പ്രതി മനുഷ്യൻ, ദൈവത്തിൻ്റെ ഭക്തൻ അശുദ്ധനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധനെന്നുള്ള പദവി ദിനം പ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചിന്ത മതി, ഒരു വാക്ക് മതി, ഒരു പ്രവൃത്തി മതി, ഒരനുഭവം മതി അവനെ അശുദ്ധനാക്കാൻ. വിശുദ്ധനെന്നുള്ള പദവിയിൽ നിന്ന് അവനെ അശുദ്ധനാക്കാൻ ഒരു ചെറിയ കാര്യം മതി. എന്നാൽ അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേറൊരു വഴിയുമില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മൾ സങ്കീർത്തനം പഠിപ്പിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, നിൻ്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രന്മാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. ദൈവം ഒരു ന്യായം വിധിക്കുമ്പോൾ ദൈവൻ ദാവീദിനെ ന്യായം വിധിക്കുകയാണ്. ദാവീദ് കരഞ്ഞുകൊണ്ട് കൊട്ടാരം വിട്ട് പോവുകയാണ്. ഒരു കയറ്റം കയറുകയാണ്. തലയിൽ വസ്ത്രമിട്ട് കരഞ്ഞുകൊണ്ട് തന്നോട് കൂടെ ഉള്ളവരുമായി തൻ്റെ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. തൻ്റെ വിധി അത്രമാത്രം കഷ്ടം നിറഞ്ഞാണ്. ഏത് സമയത്തും തൻ്റെ ജീവൻ നഷ്ടപ്പെടാം എന്നുള്ള നിലയിലാണ്. പക്ഷേ ആ സമയത്ത് സിയോൻ പർവ്വതം സന്തോഷിക്കുകയാണ്, യഹൂദാപുത്രന്മാർ ആനന്ദിക്കുകയാണ്. സിയോൻ പർവ്വതം എന്ന് പറയുന്നത് ഗാലറിയിലിരിക്കുന്ന ജനം ഗ്രൗണ്ടിൽ കാണുന്ന കളി പോലെയാണ്. ഗ്രൗണ്ടിൽ നടക്കുന്ന കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഗാലറിയിലിരിക്കുന്ന ജനം പോലെയാണ്. ഭൂമിയിൽ നടക്കുന്ന സകല പ്രവൃത്തികളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാലറിയാണ് സിയോൻ പർവ്വതം. ഇന്ന് വിശുദ്ധന്മാർ, മുൻപ് പോയ വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, പിതാക്കന്മാർ, ആത്മീയമായിട്ടുള്ള മുമ്പ് കടന്നു പോയിട്ടുള്ള വിശുദ്ധന്മാർ എല്ലാവരും ഇന്ന് സിയോൻ പർവ്വതത്തിൽ നിന്ന് ഇന്ന് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇന്നിവിടെ പ്രാർത്ഥിക്കുന്നതും നാം ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് അവർക്കുണ്ട്. അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വചനം എഴുതിയിരിക്കുകയാണ്, ഇന്ന് നമുക്ക് വരുന്ന ശിക്ഷാവിധി നമ്മൾ കരഞ്ഞുകൊണ്ട് അനുഭവിക്കുമ്പോൾ, വേദന കൊണ്ട് നിലവിളിച്ച് അനുഭവിക്കുമ്പോൾ ആ പർവ്വതത്തിൽ ഈ ഇരിക്കുന്നവരെല്ലാം സന്തോഷിക്കുകയാണ്. ഒന്ന് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരും അവർക്ക് സന്തോഷവും. കാരണം മറ്റൊന്നുമല്ല, നാം അശുദ്ധനായി തീർന്ന, ദിനംപ്രതി നാം അശുദ്ധമായി തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ വിശുദ്ധനാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ ന്യായവിധി. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമുക്ക് വരുന്ന
നീക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഭാരങ്ങൾ അതൊക്കെയും ദൈവം തന്നതാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഓർത്തുകൊള്ളുക, നാം ഇതനുഭവിച്ചാൽ വിശുദ്ധരാണ്. മാത്രമല്ല, ഇന്ന് ഇതെനിക്ക് അനുഭവിക്കാൻ ഇടവന്നെങ്കിൽ ഞാൻ എവിടെയോ അശുദ്ധനായിട്ടുണ്ട്. സന്നിധിയിൽ ദൈവം നൽകുന്ന ശാസന നമുക്ക് ഏറ്റെടുക്കാം, ഉപദേശം നമുക്ക് ഏറ്റെടുക്കാം, ബാലശിക്ഷ നമുക്ക് ഏറ്റെടുക്കാം, കഠിന ശിക്ഷ നമുക്ക് ഏറ്റെടുക്കാം. നാം കരയുമ്പോഴും ഓർത്തുകൊള്ളണം, നമ്മുടെ പ്രാണനും സിയോനിൽ വസിക്കുന്നവരും സന്തോഷിക്കുന്നു എന്ന് നാം ഓർത്തുകൊള്ളുക. നാം എത്രയേറെ പ്രയാസപ്പെടുമ്പോഴും വചനം പറയുന്നത്, എൻ്റെ വായ കൊണ്ട് ഞാൻ അവനോട് നിലവിളിയുണ്ട്, എങ്കിലും എൻ്റെ നാവിന്മേൽ അവൻ്റെ ആർപ്പുണ്ട്. കർത്താവ് നമ്മുടെ പ്രാണൻ സന്തോഷിക്കുന്നുണ്ട്, സ്വർഗവും സന്തോഷിക്കുന്നുണ്ട്, വിശുദ്ധന്മാരൊക്കെയും ആത്മീയ മണ്ഡലം മുഴുവനും സന്തോഷിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് കർത്താവ് തരുന്ന സാഹചര്യത്തെ നാം ഏറ്റെടുത്ത് പൂർണ്ണമായിട്ടും ദൈവത്തിന് കീഴടങ്ങി നമുക്ക് നൽകുന്ന ബാലശിക്ഷയാൽ നമുക്ക് തരുന്ന ശാസന ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയുടെ ആഴമാണല്ലോ ഇത് എന്ന് നാം ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ദൈവമേ, നീ എനിക്ക് ചെയ്ത നന്മകൾ എത്ര വലുത്, ആ നന്മകളിൽ ഏറ്റവും വലുതാണ് എനിക്ക് തന്നിട്ടുള്ള കഷ്ടതകൾ എന്ന് അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണവും ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നാം വിചാരിച്ചു കൊള്ളണം. കർത്താവിന് സ്തോത്രം. കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയോ എൻ്റെ ശക്തിയോ നീ എനിക്കു തന്നതൊക്കെയോ, എൻ്റെ ബുദ്ധിയോ എൻ്റെ ശക്തിയോ നീ എനിക്കു തന്നതൊക്കെയോ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, പ്രഭാതകാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ജീവനുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുവാനിലൊക്കെയും അടികൾക്ക് കർത്താവ് എന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നാം അനേക കഷ്ടങ്ങൾ കൂടി ദൈവരായത്തെ അവകാശമാക്കേണ്ടതാകുന്നു. കർത്താവ് വചനത്തിലുള്ളതുപോലെ അടികളെ ശുദ്ധീകരിക്കുവാനും കർത്താവിന് കൊള്ളാവുന്നവരാക്കി തീർക്കുവാനും കർത്താവിൻ്റെ ശാസനയും ശിക്ഷണവും ഒക്കെയും അടികളുടെ മേൽ നടത്തുമ്പോൾ അടികൾക്കുണ്ടാകുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിമിത്തം കർത്താവെ സിയോൻ സന്തോഷിക്കുന്നുവെന്ന് വചനത്തിൽ അടികൾക്ക് എളുപ്പമടിയായി തീർന്നുള്ള കർത്താവെ, ദൈവമേ, കർത്താവിൻ്റെ ശാസനയും ശിക്ഷണമൊന്നും അടികൾ നിർത്തിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അടികൾ കൊള്ളാകുന്ന പാത്രങ്ങളായി തീരുവോളം കർത്താവെ, കർത്താവിന് പ്രിയമുള്ളവരായി തീരുവോളം കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കുവോളം അടികളെ ശാസിച്ചും ശിക്ഷിച്ചും ഒക്കെയും കർത്താവെ ഈ ലോകത്ത് നിന്ന് അടികളെ കർത്താവ് ക്രമീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാക്ഷികൾ എത്ര വലിയ സമൂഹം അടികൾക്ക് വിട്ടു നിൽക്കുമ്പോൾ എൻ്റെ കർത്താവെ, ദൈവമേ, നാഥ, അടികൾ കർത്താവെ, ദൈവമേ, കർത്താവിനെ പ്രസാദിപ്പിക്കണം സന്തോഷിക്കുന്നവരായി തീരുവാൻ തക്കണം. ദൈവമേ, അടികളുടെ എല്ലാ കൃത്യങ്ങളും പാവങ്ങളും കുറ്റങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയും കഴുകിക്കളവാൻ തക്കണം. കർത്താവെ, ദൈവ അടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാപ്രവർത്തി അടികളെ സന്തോഷിക്കാൻ അടികളും കൂട്ടാളികളായി തീരുവാൻ തക്കണം. കർത്താവ് കൃപയുമാരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കടന്നു വന്നിരിക്കുന്ന കൂടിയിരിക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും നിത്യവചനം അനുഗ്രഹമായി തീരുവാൻ, കർത്താവെ, പോൽക്കാലം അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലം കർത്താവെ, അതൊരു പാപത്തിലും തോട്ടത്തിലും അടികളകപ്പെട്ടു പോകാനും വീഴ്ച താഴ്ചയുടെ പരീക്ഷണം നകപ്പെട്ടു പോകാതോണം അടികളെല്ലാവരെയും കർത്താവ് കാത്തുകൊണ്ട് അടികൾ സഹോദരങ്ങളെയും സഭകളെയും ദൈവദാസന്മാരെയും ദൈവമക്കളെ എല്ലാവരെയും കാത്തുകൊണ്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും ഒക്കെയും കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും.